എത്തി. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാക്കറ്റ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വ്ളോഗ് ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണുമല്ലോ. ഇന്നത്തെ എൻ്റെ ഒരു സോളോ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. കാലിക്കറ്റിലേക്ക് പോവുകയാണ്. വേറെ എവിടെ അല്ല, ഞങ്ങളുടെ ഓഫീസിൽ ഹെഡ് ഓഫീസ് വന്നിട്ട് കാലിക്കറ്റാണ്. സോ ഇനി 1 വീക്ക് ഞാൻ കാലിക്കറ്റായിരിക്കും. അപ്പോൾ യെസ്റ്റർഡേ എൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയതായിരുന്നു. രാവിലെ കുറച്ച് പേപ്പേഴ്സും ഫയലും പിന്നെ എൻ്റെ ലാപ്പും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വേണ്ട സാധനം എൻ്റെ മേക്കപ്പ് പൗച്ച്, അതും അത്യാവശ്യം കുറച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു. ആക്ച്വലി എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലഗേജിന്. 1 വീക്കാണ് പോകണമെങ്കിൽ കൂടി ഞാൻ മിനിമലായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ കൂടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് താഴെ ചെന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പവും ബീഫ് കറി ആയിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാല് തിളപ്പിച്ചു. ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല, ഒന്നല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാൽ അങ്ങനെ കുടിക്കുക. അതും ഇറ്റ് ഡിപ്പെൻസ് ആണ്, രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പാൽ കുടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് കുടിച്ച് പിന്നെ അതിന് കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് പതിവിൽ എനിക്ക് തോന്നുന്നു ഒരു 5-5:30 ആയപ്പോഴത്തേക്കും ഞാൻ എന്തായാലും എഴുന്നേറ്റിട്ടുണ്ട്. പോകാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എനിക്കിങ്ങനെ ട്രാവലൊക്കെ ചെയ്യാം, അതും ഒറ്റക്കൊക്കെ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ പേടി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വാപ്പയായിരുന്നപ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ട് 8:10 ഏറനാട് എക്സ്പ്രസ് ആയിരുന്നു ആലുവയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പാക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് തന്നെ ട്രെയിൻ കയറി ലഗേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കറക്റ്റ് വിൻഡോ സീറ്റ് തന്നെ സാറ് ബുക്ക് ചെയ്ത് തന്നുകൊണ്ട് ഐ വാസ് സോ ഹാപ്പി. പിന്നെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് ട്രെയിൻ കയറി കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഉമ്മാക്കും മമ്മാക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായി. എവിടെ എത്തിയെന്നൊക്കെ ഉള്ള അവർക്ക് ജസ്റ്റ് ട്രാക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ അത് ഞാൻ പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ സീറ്റിൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സ്റ്റേഷനിൽ നിന്നായിരുന്നു കേട്ടോ ഒരു ഫാമിലി കയറിയിട്ടുള്ളത്. ആക്ച്വലി പണ്ടത്തെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളോട് അങ്ങോട്ട് കയറി മിണ്ടുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസായിരുന്നു കേട്ടോ. ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് മിണ്ടി വന്നെയാണെങ്കിൽ ഞാൻ മിണ്ടും എന്നല്ലാതെ അങ്ങോട്ട് പോയി പരിചയപ്പെടുക, അങ്ങോട്ട് പോയി സംസാരിക്കുക, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക, അത്ര ഒരു ഇതായിരുന്നു. ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് നമ്മുടേതായ മാറ്റങ്ങളൊക്കെ ചിലത് നമുക്ക് ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതിൽ വൺ ഓഫ് ദ മെയിൻ എനിക്ക് വന്നൊരു ചേഞ്ചാണ് കേട്ടോ. ഇവൻ ഞാൻ എല്ലാവരോടും എത്ര പരിചയമില്ലാത്ത നടുക്കൊണ്ടിട്ടാലും എല്ലാവരുടെയും മിങ്കിൾ ചെയ്യുക, അങ്ങോട്ട് പോയി വർത്താനം പറയുക, അങ്ങനത്തെ ഒരു ചേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ തന്നെ ചേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കയറിക്കഴിഞ്ഞത് വെരി നെക്സ്റ്റ് സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിൽ ഒരു ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ട്. അവർ കുറച്ച് കസിൻസ് ആയിരുന്നു. പിന്നെ അവർ കുറച്ച് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഏതോ ഒരു കസിൻസിൻ്റെ വീട്ടിൽ 2 ഡേ ഒരു ട്രിപ്പ് പോലെ അവർ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി ഇൻ ദ സെൻസ് നല്ല രീതിയിൽ കമ്പനിയായി. ആരും കണ്ടാൽ പറയില്ല ഇപ്പോൾ ഒന്ന് പരിചയപ്പെട്ടാന്ന് പറയില്ല. ഞാനും ഭയങ്കര സംസാരം, അവർ അതിൻ്റെ അപ്പുറത്തെ സംസാരമായിരുന്നു. പിന്നെന്താ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവളൊക്കെ റീൽസിനുള്ളത് എടുത്തു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈം പോണതേ അറിയാനുണ്ടായിരുന്നില്ല. സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനത് 2ാമത്തെ പ്രാവശ്യമാണ് ട്രെയിൻ പിടിച്ചിരുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു വന്ദേ ഭാരത് പോകാനാണെന്ന് തോന്നുന്നു. ഞാൻ ആ വർത്താനത്തിനിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ട്രെയിൻ നിർത്തിയിടുന്നത്. വേറൊരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പോണ വഴിയെല്ലാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ വിൻഡോന്നൊക്കെ നമ്മളവിടെ ഗ്ലാസ് ആണല്ലോ, നമുക്ക് പുറത്തേക്ക് അങ്ങനെ ഗ്ലാസിൻ്റെ ആ ഒരു വ്യൂവേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ഡോറിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും, അതിലൊരാളാട്ടോ ഞാനും, അയ്യോളുടെ പേര് മറന്നു, ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ട് അത്യാവശ്യം കുറച്ച് അവൾക്ക് റീൽസ് എടുക്കാനായിരുന്നു. എനിക്ക് റീൽസ് പ്ലസ് യൂട്യൂബിൽ വ്ളോഗിനുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ അങ്ങനെ എല്ലാം കവർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അങ്ങനെ ഇറങ്ങി.
അവരറിയാൻ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റിലൊന്നും ആരും വന്നിട്ട് എന്ന് വെച്ചാൽ 3 പേര് ഇരിക്കുന്ന സീറ്റാണല്ലോ, ഇപ്പുറത്തൊന്നും ആരും വന്നിട്ടുണ്ടായില്ല. ഞാനപ്പോൾ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടാക്കുമായിട്ട് വിളിച്ച്, പിന്നെ ഓഫീസിലെ കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റേഷൻ ഇനി കാലിക്കട്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ലഗേജൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി മോളിൽ വെച്ചേക്കണമെന്ന് കുറച്ച് വെയിറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറം ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് എൻ്റെ ലഗേജൊക്കെ എടുപ്പിച്ച് ലാപ്ടോപ്പ് ബാഗ് കയ്യിൽ നമ്മുടെ ഷോൾഡറിൽ എൻ്റെ ബാക്കിയുള്ള ലഗേജൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കാലിക്കട്ട് അപ്പോൾ എത്തി, കാലിക്കട്ട് സ്റ്റേഷനെത്തി. ഹലോ, അങ്ങനെ ഞാൻ ദേ കോഴിക്കോട് എത്തി. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 12:39 ഇനി ഓഫീസിലേക്ക് പോകണം. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഏതായാലും 1 മണിക്ക് ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഭയങ്കര ഹറിബറി ആയിപ്പോ കേട്ടോ. ഞാൻ പ്രതീക്ഷ സമയത്തിനെക്കാട്ടി സമയം അതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ ഓഫീസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നത്. കാലിക്കട്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പോവാം. നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് രക്ഷപ്പെട്ട്. മഴയെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ ലഗേജും വെച്ച് നല്ല വെയിറ്റ് ഉണ്ട് എൻ്റെ ഷോൾഡർ ബാഗിന്. അപ്പോൾ ഞാനിപ്പോൾ പാളയത്തേക്ക് പോകണ്ട. പാളയത്താണ് ഓഫീസ്. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഓഫീസിൽ കയറാം. ഞാനിങ്ങനെ ഫാമിലി ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ട്രെയിനിൽ വന്നത് ആദ്യമായിട്ടാണ്. കാരണം എപ്പോഴും തലശ്ശേരി, ഉമ്മാടെ വീട് തലശ്ശേരിയാണ്. തലശ്ശേരി പോകുമ്പോഴേക്കും എല്ലാവരും കൂട്ടി അങ്ങനെ പോയിട്ടുള്ളൂ ഇതുവരെ. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവും അങ്ങനെ. ഓ മൈ ഗോഡ്, പൊരിഞ്ഞ വെയിൽ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പ്ലേസ് ഒന്നും ഒട്ടും ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാനോട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്നുകൊണ്ട് നമ്മുടെ പാളയം ജംഗ്ഷനിൽ തന്നെ നമ്മൾ മീൻസ് ഓഫീസിൻ്റെ നിയർ ബൈ ആയിട്ടൊക്കെ വരും. അവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്നുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ബിരിയാണി കിട്ടുന്ന ഒരു കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പഴയ ഒരു സ്ഥലമെന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവേ നമ്മുടെ ഈ മലബാരി ഫുഡ്സൊക്കെ ഭയങ്കര അമ്മല്ലേ. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം അവരുടെ ഈ ഫുഡാണെങ്കിലും പിന്നെ കുറേ സ്നാക്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അമ്മാണ്. എൻ്റെ ഉമ്മാടെ വീട് തലശ്ശേരിയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ്, തലശ്ശേരി, കണ്ണൂർ ഫുഡൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതേപോലെ കോഴിക്കോടും ഭയങ്കര അമ്മ ഉണ്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡൊക്കെ വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ ഓഫീസ് എത്തി. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ ഓഫീസിലുള്ളവരൊക്കെ ലഞ്ച് ബ്രേക്കിന് പോയേക്കുമായിരുന്നു. ഞാൻ കാലിക്കട്ട് ഓഫീസ് ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. ഓഫീസിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ഒന്നാമത് പേഴ്സണൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. രണ്ടാമത് ഞാൻ ന്യൂ ജോയിനീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കണ ആളല്ലേ. അപ്പോൾ ഞാൻ വേണ്ട കുറച്ച് റോൾ മോഡലായിട്ടൊക്കെ നിൽക്കാം. പോരാത്തതിന് ഫസ്റ്റ് ഡേ ആണ്. അത് ഞാൻ ഇപ്പം ഇന്നൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഫീസിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ 5:45 ആയി. ഞാൻ ഇപ്പോൾ പോണ വഴി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇത് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനെ തൗഫീക്കായിരുന്നു കേട്ടോ നമ്മുടെ അക്കോമഡേഷനിലേക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നമ്മുടെ ഓഫീസിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 30 to 45 minutes അത്രയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. അങ്ങനെ ഞാൻ അവിടെ എത്തി. അപ്പോൾ അക്കോമഡേഷൻ ഓൾറെഡി 3 പേരാണ് ഉള്ളത്. ഞാനിപ്പോൾ 3 പേര് ഓൾറെഡി ന്യൂ ജോയിനീസ് ആണ് കേട്ടോ 3 പേര്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇന്നലത്തെ എൻ്റെ സ്ലീപ്പ് സൈക്കിൾ ഒട്ടും ശരിയായിട്ടില്ല. പിന്നെ പോലെ തന്നെ ഇന്ന് 2-3 പ്രാവശ്യം വെളുപ്പിനൊക്കെ എപ്പോഴൊക്കെ എണീറ്റിട്ടുണ്ട്. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ ഉറക്കം അങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു, വർക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വേഗം ഞാൻ അതെല്ലാം തീർത്തു. ഹലോ, അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ വന്നുള്ളൂ. ഇവിടെ അക്കോമഡേഷനിൽ 3 പേരാണ്ടുള്ളത്. അപ്പോൾ ഈ റൂമിൽ ബെഡൊക്കെ ഒരുപാടുണ്ട്. ഞാനപ്പോൾ ഇതെൻ്റെ ബെഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും ഇല്ല. സോ ഒരു മിനിറ്റ്. സോ എന്താ പറയുക, ഇനി ഫ്രഷപ്പ് ആവണം, ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കണം അങ്ങനെ. അപ്പോൾ അങ്ങനെ രാത്രിത്തേക്കുള്ള ഡിന്നറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു 1/2 hour കഴിഞ്ഞപ്പോഴത്തേക്കും
ഫുഡെല്ലാം വന്നു, ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കപ്പോൾ പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതൊരു സ്റ്റേറ്റ്. ബൈ.